സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബില് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നറിയോ? അത് അവള് കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറിയും കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. പൊന്നൂസ് ആൻഡ് സുജിൻ ഫ്രം മല്ലോ ഫാമിലി ഇവരുടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് അവരെ പോസ്റ്റ് ഇട്ടിട്ടാണ് ഇത് അറിയിച്ചത്. ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്നൊക്കെ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിച്ചപ്പോൾ സുജിൻ ഇതേ കാര്യം സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജിൻ്റെയും പൊന്നൂസിൻ്റെയും മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേയുടെ സമയത്തുള്ള വീഡിയോ ഈ പൊന്നൂസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. അതിന് ആരോ ഇട്ട കമൻറ്റ്, അത് ഇപ്പം സുജിൻ വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോഴാണ് നാട്ടുകാരറിയുന്നത്. ആരോ ഇട്ടൊരു കമൻറ്റിന് റിയാക്ഷനായിട്ട് വന്നതാണ്, എൻ്റെ അമ്മയെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിന്റെ പദ്ധതി നിത സതീശൻ എന്ന് പറഞ്ഞവരെ ഞാൻ ഇതുവരെക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നു ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. മനസ്സിലാക്കണം. സമയം ഇപ്പോ 11:17. നമ്മൾ ഇപ്പോഴും എല്ലാവരും പാടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു മറ്റേ കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടും ഇവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിത സതീഷ് എന്ന് പറയുന്ന അവര് കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണത്. എനിക്കിതിനെ പറ്റി സംസാരിക്കുന്ന യാതൊരുവിധ താല്പര്യമില്ല. എനിക്കിതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പിന്നെ എന്തിനാ വന്നിട്ട് സംസാരിക്കുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ വന്ന കമൻസിനെയും അതിനെ വന്ന റിയാക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കമൻസിൻ്റെ വഴിക്ക് വിട്. ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെങ്കിൽ സംസാരിക്കേണ്ട. ഇത് വന്നിരുന്ന് സംസാരിച്ചിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള ഈ ഡയലോഗ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആരും വന്ന് സ്പൈ ക്യാമറ വെച്ചിട്ട് നോക്കുന്നില്ല സുജിനും പൊന്നൂസും എന്ത് ചെയ്യുന്നു, സുജിനും പൊന്നൂസും ഡിവോഴ്സ് ആയോ, സുജിനും പൊന്നൂസും ഒരുമിച്ചാണോ ജീവിക്കുന്നതെന്നുള്ളത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നിങ്ങളുടെ ഫുൾ ലൈഫ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം വന്നിട്ട് ഈ ഒരു ഡയലോഗ് പറയുന്ന ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളാണ് നിങ്ങളുടെ സങ്കടവും വിഷമവും കോപ്പും എന്ന് പറഞ്ഞിട്ട് ഫുൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തത്. സ്വാഭാവികമായിട്ടും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ മൂവ്മെൻറ്റ്സ് പോലും ശ്രദ്ധിക്കും. അങ്ങനെയാണ് ഇയാൾ ഡിവോഴ്സ് ആയതും ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആണെന്നുള്ളത് നാട്ടുകാരറിയുന്നത്. അല്ലാണ്ട് ആരും വന്ന് സ്പൈ ക്യാമറ വെച്ച് നോക്കിയതല്ല. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എത്തിയിട്ടില്ല. ഇപ്പോൾ ഓള് ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത് ഈ അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബില് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നറിയോ? അത് അവള് കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. ഭാര്യയെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല, ഭാര്യയെ കുറ്റം പറയുന്നത് ശരിയല്ല, എന്നിട്ട് ഇപ്പം എന്തുവാ ചെയ്യുന്നത്? ഈ വീഡിയോയിൽ ഇപ്പം എന്തുവാണ് ചെയ്തേക്കുന്നത്? എല്ലാം ഓള് കാരണമാണ് നാട്ടുകാരറിഞ്ഞത്. അപ്പം താനിപ്പോൾ ഈ പറഞ്ഞത് കുറ്റപ്പെടുത്തലല്ലേ ഇവിടെ നടത്തുന്നത്? അതോ വേറെ വല്ലതും ആണോ നടത്തുന്നത്? അല്ലേ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെയാണ് കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്, എല്ലാം ഓള് കാരണമാണ് എന്ന് പറയുന്നത്. പേഴ്സണൽ ലൈഫ് മൊത്തം എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു. എന്നിട്ട് അതിപ്പം ആൾക്കാർ കണ്ട് അതിനെ കമൻറ്റ് ചെയ്യുന്നതും അതിനെ റിയാക്ട് ചെയ്യുന്നതാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾക്ക് അത്രയ്ക്ക്
പ്രശ്നമായിരുന്നെങ്കിൽ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ മാത്രം വെക്കണമായിരുന്നു. അതിപ്പോൾ സങ്കടമാണെങ്കിലും വിഷമാണെങ്കിലും വേദനയാണെങ്കിലും ഫാമിലി വെക്കണമായിരുന്നു. അത് വെക്കാതെ ഓരോന്നായിട്ട് കോണ്ടന്റ് ആക്കി എടുത്തിട്ടിട്ട് ഇപ്പം വന്നിട്ട് എല്ലാ മോള് കാരണം ഈ ഓളെ ആരാ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നേ? ഞങ്ങളാണോ? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ആൾക്കാർ മൊത്തം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നേ? ഈ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓണാക്കി വെക്കരുത്. മോണിറ്റൈസേഷൻ ഓണാക്കാതെ അതിൽ നിന്ന് റവന്യൂ പ്രതീക്ഷിക്കാതെ നിങ്ങൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യണം. അതാണോ നിങ്ങളിവിടെ ചെയ്തേക്കുന്നത്? അറിയാൻ കാരണം അതാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിക്കിപ്പോ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. അത് ഞങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചുതരാം. സത്യം പുള്ളിക്കാരിയും കുഞ്ചൂസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താണത്? ഞാനത് ചോദിക്കണത്. ഇപ്പോ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതില് ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതിയോ കാര്യങ്ങളൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോന്റെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞത്. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓള് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കളഞ്ഞാലും ശരി ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്ക് എന്റെ അമ്മേനെ വലിച്ചിടണ്ട. ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോ ഓള് എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നാണ്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓളെടുത്ത് പല വട്ടവും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള സംഗതികളുണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. അപ്പൊ അതില് വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോ അത് ഓൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഓളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അത് അതിൽ എന്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുത് എന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന് ഇതാക്കി കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയണം അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിലോട്ട് പോവാണ് എന്നാണെങ്കിൽ അവിടെ നിർത്തിയേക്കണം. അവരതിന് ശേഷം എന്ത് ചെയ്യുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ സുജിൻ എന്തിനാ പോയി നോക്കുന്നത്? അവരുടെ ലൈഫാണ്. അവർക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം, അവരെന്ത് ചെയ്യണം, അവരെ എങ്ങനെ കാണണം എന്നുള്ളത് അത് അവരുടെ ലൈഫാണ്. അതിൽ സുജിൻ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ വൈഫായിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇടപെട്ടാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവരല്ലേ തീരുമാനിക്കണ്ടേ? നിങ്ങളുടെ അമ്മേനെ കുറിച്ചിട്ട് കമൻറ്റ് വന്നു അല്ലെങ്കിൽ നെഗറ്റീവ് വന്നു, ഇതെങ്ങനെയാണ് ഈ പൊന്നൂസ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാവുന്നത്? ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ പൊന്നൂസ് അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞിട്ടാണോ കമൻ്റ് ഇടുന്നത്? നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഇതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഈ പൊന്നൂസ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്, ആ വ്യക്തി കാരണമാണ്, ആ വ്യക്തി പറഞ്ഞിട്ടാണ് ഇവർ വന്ന് കമൻ്റ് ഇടുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല. പിന്നെ നിങ്ങളിവിടെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? കുറ്റം പറയാതെ തന്നെ അല്ലേ ചെയ്യുന്നേ? ഇത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിട്ട് ഇങ്ങനൊരു മൊമെൻ്റ് ആ സമയത്താണ് വന്നതെങ്കിൽ നിങ്ങൾക്കത് സന്തോഷമായിരുന്നേനെ, നിങ്ങൾക്കത് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ രണ്ടുപേരും സെപ്പറേറ്റ് ആയി, ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു, അതിൻ്റെ അകത്ത് കമൻറ്റ് വന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരുമിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. എല്ലാവർക്കും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയണത് നിങ്ങൾക്ക് ആർക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോന്ന് പറയരുത്. ഇപ്പോ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളെ വേണം, എനിക്ക് എന്റെ കുട്ടികളിലാണ് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്നറിയോ, ഓക്കെ, അപ്പൊ പറഞ്ഞത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ,
നമ്മൾ ഇത്തിരി 5-6 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കുമ്പോൾ അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓളത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യുന്നത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതൊന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പാട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം കണ്ടോണ്ട് തള്ള ചാവുമ്പോ കൈയോട്ട് ശരിക്കും കുറെ ആൾക്കാർ ഉണ്ടായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയണേ, ഞാൻ ഓളെടുത്ത് ഇതിന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ മുന്നിൽ ഇതിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അവർക്കത് കണ്ടന്റ് ആണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവളെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞതാക്കാനും ഉല്ലസിച്ച് നടക്കാനും അതിനെ പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് ഇട്ടപ്പോ അവൾക്ക് 5-8,000 ഫോളോവേഴ്സ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്തെന്ന് അറിയാത്തത്? അപ്പൊ ഞാൻ പറയാണ്, എന്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാൻ അവള് കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെ പറ്റി മുന്നിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളത് പിരിയാതെ തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ കമന്റ് ചെയ്യുമ്പോൾ ഓൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ പറ്റി ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, എനിക്ക് ഇതിനെ പറ്റി ഇനി പറയാനൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ടാറ്റ. താൻ എന്തുവാ പറഞ്ഞേ? ഇതിന്റെ പേരിൽ അവൾക്ക് 5-8,000 ഫോളോവേഴ്സ് വേറെ കയറിയെന്നോ? അവർക്ക് ഫോളോവേഴ്സ് കയറിയതാണ് സാറിന്റെ പ്രശ്നമല്ലേ? കൊള്ളാം. സോറിയേ, ഒരു നിമിഷം ഞാൻ ആ ഫോളോവേഴ്സിന്റെ പിറകെ പോയതാ. താൻ ഇവിടെ വന്നിട്ട് പറയുന്നുണ്ട് നാളെ ഈ വീഡിയോയും അവർക്കൊരു കോണ്ടന്റ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ചെയ്യുന്നുള്ളത്. ആ ബോധം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്നിട്ടൊരു വീഡിയോ ഇവിടെ ചെയ്യാൻ നിൽക്കുന്നേ? തനിക്ക് തന്നെ അറിയാം നാളെ വന്നിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും, ഇത് അവർക്കൊരു കോണ്ടന്റാണ്. ദെൻ അവിടെ മിണ്ടാണ്ടിരിക്കണം. അത് ചെയ്യാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിന് റിയാക്ഷൻ എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഇപ്പം വന്നിട്ട് എനിക്കറിയാം നാളെ നിങ്ങളിത് വീഡിയോ ചെയ്യുന്നുള്ളത്. ചെയ്യും, ഒബ്വിയസ്ലി ആൾക്കാർ ചെയ്യും. കാരണം കോണ്ടന്റാണ്. നിങ്ങളെന്തിനാ കോണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത്? നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു കോണ്ടന്റ് ആവുന്നേ. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇതൊരു കോണ്ടന്റ് ആണെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്കും റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്കും വീണ്ടും വീണ്ടും ഇത് അവരുടെ ഒരു കോണ്ടന്റ് ആണ്. അത്രേ ഇവിടെ നടക്കുന്നുള്ളൂ. ശരി എന്നാ.